ഇതിഹാസത്തിലെ സീതാദേവിയുടെ പാദസ്പർശമേറ്റ് പുണ്യഭൂമിയായി തീർന്ന പത്തനംതിട്ട ജില്ലയിലെ സീതത്തോടാണ് എന്റെ ഗ്രാമം. അവിടേക്കുള്ള യാത്രയിൽ നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ടൂറിസം മേഖലയിൽ അനന്തമായ സാധ്യതകളുള്ള ഈ സീതത്തോട് പ്രദേശത്തിൻ്റെ എല്ലാ ചരിത്രങ്ങളും ഉൾക്കൊള്ളിച്ച ഈ ഡോക്യുമെൻ്ററി ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ മേഖലയിലെ ടൂറിസത്തിന് വളരെയേറെ വികസനത്തിന് സാധ്യത ഉളവാക്കുന്നുണ്ട്. വളരെയേറെ പ്രശസ്തി ആർജിച്ച ഈ പ്രദേശത്തിൻ്റെ ഈ ചരിത്രം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ശ്രീ സീതത്തോട് വിക്രമൻ കാണിച്ച ഈ ഒരു പ്രയത്നം തീർച്ചയായിട്ടും അതിന് ഫലവത്തായി തീരും. ഇവിടുത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പുറം ലോകത്തുള്ള ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ഈ ചരിത്രം അറിയുവാനൊരു സാഹചര്യം ഒരുക്കി കൊടുത്ത ശ്രീ വിക്രമൻ സീതത്തോടിനെ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റു പലരെയും ഓർത്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. സീതത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ പ്രോത്സാഹനം വളരെ മുന്നോട്ട് എത്തിച്ചേരുവാൻ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വടശ്ശേരിക്കര, മണിയാർ, ചിറ്റാർ വഴി സീതത്തോട്ടിലേക്കുള്ള യാത്ര തന്നെ ഏവർക്കും ഹൃദ്യമായ ഒരു അനുഭവമായിരിക്കും. വളഞ്ഞും പുളഞ്ഞുമുള്ള റോഡുകളും മൊട്ടക്കുന്നുകളും അരുവികളും മണിയാർ ഡാമിലെ തെളിനീരും അതിനു ചുറ്റിലും പച്ച പരവതാനി വിരിച്ചതുപോലെ പടർന്നു പന്തലിച്ചു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളും ചേർന്ന് നയന മനോഹരമാണ് യാത്രയിൽ ഉടനീളം. കക്കാട്ടാറിന്റെ തീരത്താണ് സീതത്തോട് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ചരിത്രത്തിന്റെ താളുകളിൽ സീതത്തോടിന് ഈ നാമധേയം ഉണ്ടായതിനെപ്പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട്. ഭഗവാൻ ശ്രീരാമന്റെ ആജ്ഞപ്രകാരം ലക്ഷ്മണൻ ഗർഭിണിയായ സീതാദേവിയെ വനാന്തരത്തിനുള്ളിൽ ഉപേക്ഷിച്ചു പോയപ്പോൾ സീതാദേവി വസിച്ചിരുന്ന സ്ഥലമാണ് സീതത്തോട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സീതാദേവിയുടെ നാമധേയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു പല സ്ഥലങ്ങളും സീതത്തോട്ടിലുണ്ട്. അവ സീതക്കുഴി, സീതമുടിപ്പാറ, വാൽമീകി കുന്ന്, ഗുരുനാഥൻ മണ്ണ് എന്നിവയാണ്. പൂർണ്ണ ഗർഭിണിയായ സീതാദേവിക്ക് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ അഭയം കൊടുക്കുകയും അവിടെ വെച്ച് ലവകുശന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അശ്വമേധയാഗത്തിൽ തന്റെ കുതിരകളെ പിടിച്ചുകെട്ടിയ ധൈര്യശാലികൾ സ്വന്തം മക്കളാണെന്ന് ഭഗവാൻ ശ്രീരാമൻ തിരിച്ചറിയുകയും നിരപരാധിയായ ഭാര്യയെ സംശയിച്ചതിൽ മനം നൊന്ത് തിരികെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പിന്നാലെ ഓടിയപ്പോൾ ഭൂമി പിളർന്ന് സീതാദേവി അന്തർധാനം ചെയ്ത കുഴിയാണ് സീതക്കുഴി എന്ന് ഇതിഹാസത്തിൽ പറയുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഉരുൾപൊട്ടലുകളാലും മറ്റും കുഴിയുടെ ഭൂരിഭാഗവും മൂടിപ്പോയെങ്കിലും അവശേഷിപ്പുകൾ ഇന്നും നമുക്ക് അവിടെ കാണാൻ കഴിയും. കുറെ കാലം മുൻപ് വരെ ഗ്രാമവാസികൾ അവിടെ വിളക്കു കത്തിച്ച് പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഗ്രാമവാസികളിൽ പലർക്കും സീതാദേവി ചില അത്ഭുതങ്ങൾ കാട്ടിക്കൊടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. സീതാദേവിയുടെ കാർക്കൂന്തൽ കണ്ടെത്തിയ പാറയാണ് സീതമുടിപ്പാറ എന്നറിയപ്പെടുന്നത്. അതുപോലെ ലവകുശന്മാർ ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയിരുന്ന സ്ഥലമാണ് ഗുരുനാഥൻ മണ്ണ് എന്നറിയപ്പെടുന്നത്. സീതത്തോടിന്റെ ചരിത്രം ഇപ്രകാരമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ രൂക്ഷമായ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുവാൻ വേണ്ടി വനഭൂമി വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാൻ സർ CP യുടെ കാലത്ത് അനുവാദം കൊടുത്തു.
അങ്ങനെ ഞങ്ങളുടെയൊക്കെ പിതാമഹന്മാർ കാട്ടാനകളോടും മറ്റു വന്യമൃഗങ്ങളോടും മലമ്പാമ്പുകളോടും മല്ലടിച്ച് വസൂരി, മലമ്പനി, കോളറ മുതലായ മാരക രോഗങ്ങളോടും അതിജീവിച്ച് കൊടും കാട് വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കിയ സ്ഥലമാണ് സീതത്തോട്. ദീർഘനാളത്തെ കർഷക സമരങ്ങളുടെ ഫലമായി 1968 പട്ടയം കൊടുക്കുകയും അങ്ങനെ കൃഷിഭൂമി കർഷകന് സ്വന്തമാവുകയും ചെയ്തു. സീതത്തോട്ടിലെ ആദ്യത്തെ വാഹനം കാളവണ്ടിയായിരുന്നു. പിന്നീട് 2-3 ജീപ്പുകൾ ഓടിത്തുടങ്ങി. അന്ന് സീതത്തോട്ടിൽ നിന്ന് ഒരു ബസ് യാത്ര ഞങ്ങൾക്ക് വെറും സ്വപ്നം മാത്രമായിരുന്നു. 1980 ആദ്യമായി ബസ് എത്തിയപ്പോൾ ഞങ്ങൾ നാട്ടുകാർ ഉത്സവ ലഹരിയോടെയാണ് അതിനെ എതിരേറ്റത്. കന്നിയാത്രയിൽ ടിക്കറ്റ് ഫ്രീ ആയിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ സീതത്തോടിന് പല പ്രത്യേകതകളും ഉണ്ട്. കേരളത്തിൽ ആദ്യമായി ജനവാസമുള്ളിടത്ത് നിർമ്മിച്ച കക്കാട്ട് ജലവൈദ്യുതി പദ്ധതി സീതത്തോടിന്റെ വിരിമാറിലായി സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുതി പദ്ധതിയായ ശബരിഗിരിയും സീതത്തോട് പഞ്ചായത്തിലാണ്. രണ്ടിലും കൂടി 350 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവിടെ നിന്നും പുറന്തള്ളുന്ന ജലം അള്ളുങ്കൽ, മണിയാർ എന്നീ ജലവൈദ്യുതി പദ്ധതികളിൽ ഉപയോഗിച്ച ശേഷം മണിയാർ ഡാമിൽ എത്തുന്നു. അവിടെ നിന്നും കനാലിലൂടെ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലേക്ക് ജലസേചനത്തിനായി കൊണ്ടുപോകുന്നു. നോക്കൂ, ഒരേ ജലം എത്രയിടങ്ങളിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും മതമൈത്രിക്ക് മകുട ഉദാഹരണവുമായ ശബരിമല ശ്രീ അയ്യപ്പൻ ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്നും 40 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. വിശുദ്ധ തോമാശ്ലീഹ സ്ഥാപിച്ച പള്ളിയുടേത് എന്ന് കരുതപ്പെടുന്ന കുരിശ് നിലയ്ക്കലിൽ നിന്നും കണ്ടെടുക്കുകയും 1982 ആങ്ങുമൂഴിയിൽ നിന്നും 3 കിലോമീറ്റർ വനാന്തര ഭാഗത്ത് പുതിയ പള്ളി പണിത് കുരിശ് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. നിലയ്ക്കൽ പള്ളി എന്നറിയപ്പെടുന്ന ഈ ദേവാലയം ലോകത്തിലെ ആദ്യത്തെ എക്യുമെനിക്കൽ ചർച്ചാണ്. ഈ ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമായിരിക്കുന്നു. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തുന്നവർക്ക് വ്യത്യസ്തമായ നല്ല അനുഭവമായിരിക്കും. സീതത്തോടിലെ മറ്റൊരു തീർത്ഥാടന കേന്ദ്രമാണ് ആലുവാങ്കുടി ശിവക്ഷേത്രം. ഇത് ഗുരുനാഥൻ മണ്ണിൽ നിന്നും 6 കിലോമീറ്റർ അകലെ കാട്ടാനക്കൂട്ടങ്ങൾ വിഹരിക്കുന്ന ഘോരമായ വനാന്തരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്ര അവശിഷ്ടങ്ങൾ ഒരു വേട്ടക്കാരൻ കണ്ടുപിടിക്കുകയും 2000 പുനർനിർമ്മിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന് പകുതിയിലേറെ മൂടിക്കിടക്കുന്ന വിശാലമായ ഒരു കുളവുമുണ്ട്. എല്ലാ മലയാള മാസവും 1-ാം തീയതി ഇവിടെ ഭക്തജന തിരക്കാണ്. ആര്യ സംസ്കാരത്തിന്റെയും അവശേഷിപ്പുകളും വിലപ്പെട്ട പല വസ്തുക്കളും
കുളം വറ്റിച്ചാൽ കിട്ടുമെന്നാണ് വിദഗ്ധരുടെ നിഗമനം. കോന്നിയിൽ നിന്നും 25 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ആലുവാങ്കുടി ക്ഷേത്രത്തിൽ സീതത്തോട്, തണ്ണിത്തോട്, ചിറ്റാർ എന്നീ പഞ്ചായത്തുകളിലെ ഭക്തജനങ്ങൾ സംയുക്തമായാണ് എല്ലാ വർഷവും ശിവരാത്രി മഹോത്സവം കൊണ്ടാടുന്നത്. ആലുവാങ്കുടിയിലേക്കുള്ള യാത്ര മധ്യേ ആദിവാസികൾ താമസിക്കുന്ന ചിപ്പൻ കോളനിയും നമുക്ക് കാണാം. കോട്ടപ്പാറ മലയിലെ വെടിവഴിപാട് പ്രശസ്തമാണ്. എല്ലാ മലയാള മാസവും 1-ാം തീയതി വെടിവഴിപാട് നടത്തപ്പെടുന്നു. രണ്ട് ജലവൈദ്യുതി നിലയങ്ങളും 4 അണക്കെട്ടുകളുമുള്ള പഞ്ചായത്ത് എന്ന ബഹുമതി സീതത്തോട് പഞ്ചായത്തിനു മാത്രം അവകാശപ്പെടുന്നതാണ്. അവ ശബരിഗിരി, കക്കാട് എന്നീ വൈദ്യുതി നിലയങ്ങളും മൂഴിയാർ, കക്കി, പമ്പ, ആനത്തോട് എന്നീ അണക്കെട്ടുകളുമാണ്. വർഷത്തിൽ മിക്കവാറും എല്ലാ മാസങ്ങളിലും മഴ ലഭിക്കുന്നു ഇവിടെ. മാമലകൾ മഞ്ഞണിഞ്ഞ് നിരനിരയായി നിൽക്കുന്ന കാഴ്ച നയനമനോഹരമാണ്. അതിനു നടുവിലൂടെ ഭൂമിദേവിക്ക് വെള്ളിയരഞ്ഞാണം ചാർത്തിയതുപോലെ ഒഴുകിവരുന്ന കക്കാട്ടാറും റബ്ബർ തോട്ടങ്ങളാൽ ഹരിതാപമായ ഈ പ്രകൃതിയും ആരുടെയും ഉള്ളം കുളിർപ്പിക്കും. ശബരിമലയും പുല്ലുമേടും കഴിഞ്ഞാൽ മകരജ്യോതി ദർശിക്കാൻ കഴിയുന്ന സ്ഥലമാണ് സീതത്തോട് പഞ്ചായത്തിലെ പഞ്ഞിപ്പാറ ക്ഷേത്രനട. ഇവിടെ നിന്നും 75 കിലോമീറ്റർ അകലെയുള്ള സഞ്ചാരികളുടെ പറുദീസയായ ഗവി പച്ചക്കാനം വരെ ഘോരമായ വനത്തിലൂടെയുള്ള യാത്രയിൽ കാട്ടാനകളും മറ്റനേകം കാട്ടുമൃഗങ്ങളെയും കാണാൻ കഴിയും. സീതത്തോട് പഞ്ചായത്തിൽ അതിവിപുലമായ ടൂറിസം സാധ്യതകളുണ്ട്. മൂഴിയാർ വൈദ്യുതി നിലയവും ധാരാളം അണക്കെട്ടുകളും ഏലത്തോട്ടങ്ങളും കാട്ടുപൂക്കളും പൂഞ്ചോലകളും കൊണ്ട് കണ്ണിനു വിരുന്നൊരുക്കുന്ന കാനന ഭംഗികൾ നമ്മുടെ മനസ്സിനെ പുളകമണിയിക്കും. സുപ്രസിദ്ധമായ തേക്കടി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ഗവിയിൽ നിന്നും 25 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. വിദ്യ കൊണ്ട് പ്രബുദ്ധരായ യുവതലമുറ സാമ്പത്തിക ഉന്നമനത്തിനായി മറുനാട്ടിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ചേക്കേറിയപ്പോൾ ഇവിടെ വേണ്ടത്ര നിർമ്മാണ തൊഴിലാളികൾ ഇല്ലാതെയായി. അതിനാൽ ഇരട്ടി കൂലി കൊടുത്ത് മറ്റു നാട്ടുകാരെ ഇറക്കേണ്ടി വന്നു. അങ്ങനെ തമിഴ്നാട്ടുകാരുടെയും ബംഗാളികളുടെയും ബീഹാറികളുടെയും ഗൾഫായി മാറി എൻ്റെ ഗ്രാമം. ആധുനിക സീതത്തോട്ടിൽ ഒരു ഗൾഫുകാരനെങ്കിലും ഇല്ലാത്ത വീട് വിരളമാണ്. ഇവിടെ നിന്നുള്ള ഗൾഫുകാർ സീതത്തോട് അസോസിയേഷൻ UAE എന്ന പേരിൽ ദുബായിൽ ഒരു സംഘടന രൂപീകരിച്ച് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അതിന്റെ മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നടത്തിയത് ശ്രീ സീതത്തോട് വിക്രമനും ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീ അടൂർ പ്രകാശുമാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ ഏകോദര സഹോദരരെ പോലെ കഴിയുന്ന സീതത്തോട് ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും നാടാണ്.